Well then, next guy. Introduce Mr. Yes. Walaikum Assalam. ഒരുപാട് ആൾക്കാർ കാണാൻ പറ്റി വളരെ സന്തോഷം. അബുദാബിന്ന് ഒരുപാട് ആൾക്കാർ, ദുബായിലുള്ള ഒരുപാട് ആൾക്കാർ, ഈ ഒരുപാട് ആൾക്കാർ വരാനുണ്ട്. ഇങ്ങനെ ഇടയ്ക്കൊന്ന് കൂടുമ്പോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. തീർച്ചയായും. അപ്പോ ഇതുപോലെ കൂടാനുള്ള ഒരു നാട്ടിലുള്ള ആളുകൾക്ക് ഉണ്ടാവും തോന്നില്ല. കാരണം പലരും പല മേഖലയിലായി, പലരും പല രീതിയിൽ പല വർക്കിൽ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഒരുമിച്ച് കൂടൽ ഇനി സാധ്യമല്ല. അപ്പോൾ ഒരു ചെറിയ പുതുമ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ മുംബൈയിലെ യൂത്ത് യാസീൻ ആൻഡ് ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിന് നബിയില് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. സാരി വരാനുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് വരാനുള്ളത് അവർ പറയും. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മിസ്റ്റർ ഉബൈദ്. കം ഓൺ മാൻ. ആദ്യം നമുക്ക് യൂനിസിനെ കുറിച്ച്. യൂനിസ് പറയും. വലൈക്കും അസ്സലാം. ഞങ്ങളിന്ന് ഒരു സൗണ്ട് കളിക്കും. അപ്പോൾ എല്ലാവരും ആഘോഷിക്കുകയാണ്. ജുമേറ ബീച്ചാണ്, മറീന ബീച്ചിലാണ്. ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാവരും എൻജോയ് ചെയ്യാണ്. ഞങ്ങൾ വന്നിട്ട് എല്ലാവരും ഒരു വർഷമായി ഇവിടെ വന്നിട്ട് വലിയ ഒരു കൂടുതൽ ഉണ്ടാവും. എല്ലാവരും തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു കൈക്ക് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് കൈ യാസി. ഹായ്, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മൂന്നാമത്തെ പ്രാവശ്യത്തിൽ ഇതാണ്. എല്ലാരും കൂടെ ഒരു 10 ആളെങ്കിലും ഇവിടെ ദുബായിൽ യുഎയിലായിട്ടുള്ള ആൾക്കാർ മൊത്തമായിട്ട് ഒരു 26-30 ആൾക്കാരുണ്ട്. ഇതാണ് ഇപ്പൊ മാക്സിമം നമ്മൾ കൂടാൻ പറ്റിയ ആൾക്കാർ. ബാക്കിയുള്ളവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളുള്ളതാണ്. ഞങ്ങൾ സന്തോഷമാണെങ്കിൽ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ബാക്കിയുള്ളവർക്ക് ഒരു കൊല്ലായി ദുബായിൽ വന്നിട്ട് നമ്മളെല്ലാരും കത്ത നമ്മളെ യാസീന് വിസിറ്റിന് വന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. വിസിറ്റിയുടെ ഒരു എന്താ പറയാ തിരിച്ചു വരുമെന്നൊക്കെ പറയാം. എല്ലാവരും കൂടി ഒരുമിച്ച് കണ്ടപ്പോ എന്ത് പറയണം, എന്തൊക്കെയോ പറയണം എന്നുള്ള ആവേശത്തിലാണ്. ഞങ്ങൾ ആ 2014-2003 കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ്. ഒരു മുടുത്ത അപ്പൊ ഇതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ഞങ്ങളിവിടെ യുഎയില് PCCയുടെ ഒരു കമ്മ്യൂണിറ്റി രൂപീകരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് അപ്പോ ഞങ്ങൾക്ക് 10 പേരുണ്ട് ഇവിടെ. കൂടുതൽ ഈ ആളുകൾ വരാൻ നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ള ജുമേറ ബീച്ചിലാണ്. ഞങ്ങൾ ജുമേറ ബീച്ചിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നടക്കുകയാണ്. ഞാനിപ്പോ 1 വർഷം തികയാണ്. അടുത്ത മാസം ഞാൻ വെക്കേഷനിൽ നാട്ടിൽ പോവുകയാണ്. ആ തീർച്ചയായും അതിന്റെ കല്യാണത്തിന് കൂടെ എന്റെ കല്യാണം കൂടെ ഉണ്ട്. ചിലപ്പോ നിൽക്കാണ്ടാവും പറഞ്ഞിട്ടുണ്ട്. ഉമ്മ വിളിച്ചപ്പോ പറഞ്ഞിട്ടുണ്ട്. അമ്മക്ക് തെറ്റിയതാവല്ലോ. അപ്പൊ ഞങ്ങൾ അടിച്ചു പൊളിക്കുകയാണ്. ഒന്നും വിചാരിക്കണ്ട. നാട്ടിലുള്ള
നമ്മളിവിടെ ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട് അറിഞ്ഞപ്പോഴേക്ക് 2 ദിവസത്തിനുള്ളിൽ ടിക്കറ്റ് എടുത്ത് വന്ന ആളാണ് ദുബായ് റംഷി. ഇപ്പൊ അവന്റെ പേര് മാറി. ഇവിടെ സെൽഫി എടുത്ത് ഇവൻ എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്യാമിന്റെ ഒരു ചലനം കണ്ടില്ല നിങ്ങളെ. അതെന്താന്ന് പറഞ്ഞാൽ ആദ്യം ആ ബ്രാൻഡഡ് ഷൂ കാണാം, എന്നിട്ട് നേരെ ക്യാമ്പ് പൊക്കും. ഇത് അവൻ പലതും കാണിക്കാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ SP-യും യാസീനും പഴയ നാടകത്തിന്റെ SP ഇപ്പോ ചിന്താവിഷ്ടയായിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ദുബായിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ നാടകത്തിന്റെ പഴയ നാടകത്തിന്റെ ഓർമ്മകളും പുതുക്കലും. Let's cheer up guys, enjoy. ഇവിടെ ഒരു ഫോട്ടോ സെക്ഷൻ ആണ് തോന്നുന്നു. നിങ്ങൾ നാടകത്തിന്റെ റിഹേഴ്സലാ? നാടകത്തിന്റെ പഴയ ഓർമ്മകൾ പുതുക്കാൻ വേണ്ടി എന്താ കഥാപാത്ര പേര്? സുവിത്ര, സാവിത്രി. എന്നാലും സാവിത്രി അല്ലേ? കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ പക്ഷേ ഈ ഗർഭത്തിനാണ് ഉത്തരവാദിത്യം പറയും. അതാണ് ഇവിടെ ഈ ഗർഭത്തിലോ. നമ്മളെ കൂട്ടത്തിൽ മീശ വെച്ചൊരു മഹാനുണ്ട്. ആ മീശിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സ്റ്റോറി തന്നെ പറയാനുണ്ട്. സമയമില്ല. പണ്ട് ഞമ്മള് കോളേജില് മീശ വെച്ച് നടന്നിന കാലം, അന്ന് അവനെ കണ്ടിട്ടാണ് ആ പാട്ട് ഇറങ്ങിയ തോന്നുന്നു. പൊടി മീശ മുളച്ചൊരു കാലം എന്ന് പറഞ്ഞ സോങ് ഇവൻക്ക് വേണ്ടി ഇറങ്ങിയതാണ് തോന്നുന്നു. പിന്നെ എന്താ എനിക്ക് പറയാനല്ലേ? തീർച്ചയായും ഉണ്ടല്ലോ. വീഡിയോ ആണ്. ഞാൻ വീഡിയോ ഇട്ടു. നെഞ്ചോട് ചിരിക്കണ് കാതോട് തുടിക്കണ് നല്ലൊരു പാട്ട് പാടുന്നുണ്ട് നമ്മള് അബുദാബിക്കാര്. ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന ഗാനത്തിന്റെ പേരാണ് അബുദാബിയിൽ നിന്നും വന്ന ദുബായിലേക്ക് വന്ന അബുദാബിക്കാരൻ. അത് പറയൂ എന്താണ് താങ്കൾക്ക് ഇപ്പോ ദുബായിലെത്തിയിട്ട് പറയാനുള്ളത്? അവിടെ ഒരു കൂട്ടം സെൽഫി എടുക്കും. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ ആ നൊസ്റ്റാൾജിയാണ്. ഞങ്ങൾ ആ പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു വന്ന ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ. ഞങ്ങൾ ആ ഒരു പഴയ കാലഘട്ടം തിരിച്ച് റീഫോം ചെയ്തത് പോലെ അങ്ങനെ തോന്നുന്നുണ്ട്. ആ ക്യാമ്പസും ആ അധ്യാപകരും ആ ഒരു അറ്റ്മോസ്ഫിയർ തിരിച്ചു വന്ന ഒരു ഫീലിംഗ് ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. പണ്ടത്തെ 110 അതേപോലെ നമ്മളെ പിന്നെ അതേപോലെ അങ്ങനെ ഒരുപാട് പറയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപാട് സാമാന്യം മനസ്സിലാക്കാതെ പോയി. മുകുന്ദേട്ടന്റെ ലൈമ് കുടിക്കാതെ ദിവസങ്ങളില്ല. ഒരിക്കലും 3 വർഷം കിട്ടിയെങ്കിലും ആ 3 വർഷം നമ്മൾ വെറും 3 മാസങ്ങൾ പോലെ ഒരു മിനിറ്റ് സോങ് ചെയ്യും. ഒരു മിനിറ്റ് ഇപ്പോൾ തിരിച്ചു വരാവുന്നതാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? നമ്മള് UAE കാലിട്ടപ്പോ ഇവിടെ ഒരു കുഞ്ച സൗദി ആരാണിട്ട് കാണാനാണ് വെള്ളം വരാത്തേ പാട്ടൊക്കെ മറന്നു. രമണി ഗുളിക്കയാണ്ട നീരാവിലെ അല്ല
അതിന്റെ ഏറ്റവും ഫേവറേറ്റ് പായസം പടച്ചിറപ്പേ പെരുമാറ്റി വേണം ഓനൊക്കെ അൽഫാസ് വരും ചെട്ടനിട്ട് വരും ട്രെയിനിൽ വരും ആദ്യം പോയി സായർ എത്തിയിരിക്കും രമണിയാണോ അച്ഛമാണോ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഏറ്റവും വലിയ ഹൈലൈറ്റ് തന്നെയാണ്. ഞാൻ പാടും പക്ഷെ നിങ്ങൾ ഏറ്റുപാടും. ഞാൻ പാടുന്ന ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനായ മണിമക്കത്ത് ആപ്പിളപ്പാട്ടല്ല ഷാനിക്കൊക്കെ പാട്ട് കേൾക്കാൻ ആയിക്കോട്ടെ എല്ലാവരും അങ്ങനല്ല രണ്ടാമത് ചരണം രണ്ടാമത് ഇങ്ങോട്ട് പാടിയാ അവിടെ ഫ്ലാഷ് ഓൺ ആയിക്കോട്ടെ. പിന്നെ കടമപ്പെട്ട ഓളങ്ങൾ ആയിക്കോട്ടെ ഞാൻ പാടും ആരാ കോൾ വരുന്നുണ്ട്? മലക്കമ്മല മുളൽ പേരും പൂമരം കൊണ്ടേ കപ്പലുണ്ടാക്കി കപ്പലിലാണേ നോക്കി നോക്കി എങ്ങോട്ടാ നോക്കി 40 പേരും ശിഷ്യന്മാരും ഒന്നിച്ച് നോക്കി ആ